അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ജനനായകന്റെ ട്രെയിലറും വന്നു. ട്രെയിലർ കണ്ടിട്ട് പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അതുകൊണ്ട് ആ രീതി കാണുക. ട്രെയിലറിന്റെ തുടക്കമേ തലപതിയിൽ വലിയ എന്തോ സംഭവമാണെന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. എനിക്കെന്തോ അത് കണ്ടപ്പോൾ ഒരു ഇമ്പാക്ട് തോന്നിയില്ല. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ജനനായകൻ ഭഗവത് കേസരിയുടെ ഫുൾ റീമേക്ക് ഒന്നും അല്ലെന്ന്. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു കാണിക്കുന്നുണ്ട്. പിന്നെ തലപതി അമിതാഭ് ബച്ചനെ ആർമി ചേർക്കാനായിട്ട് നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്, ചേരുന്നൊക്കെ പറഞ്ഞുണ്ട്. അവിടെ ഒന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല ട്രെയിലർ എന്നാ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് ബോബിഡിയോൾ വരുന്നു, അത് കയറി കത്തുമെന്നായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കിടിലായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനെ സിനിമയിൽ നന്നായിട്ട് സ്കോർ ചെയ്യും. അങ്ങനെ കണ്ടു വന്നപ്പോഴാണ് ഈ ഒരു സീൻ കണ്ടത്. എച്ചുവിനതെ എന്നടാ പണി വെച്ചിരിക്കേ. നമ്മൾ ട്രെയിലർ കണ്ട് നോർമൽ വിജയ് പടം ഒത്തിരി ഫൈറ്റ് സീനൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ട്രെയിലർ കണ്ടോണ്ടിരിക്കുമ്പോ താണ്ടാ ചോര ഈ വീഡിയോക്കകത്ത് ഈ വിഷ്വൽസ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടും. എന്നാലും കുഴപ്പമില്ല. ആ ചോര നക്കുന്ന സീൻ ഞാൻ എത്ര വട്ടം കണ്ടു തന്നെ എനിക്ക് തന്നെ ഒരു പിടിയില്ല. പിന്നെ സിനിമയിൽ പാർട്ടിയെ പറ്റി നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. തലപതി ഒരു കൂട്ടത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് പാർട്ടിക്കാർക്കെതിരേക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് നേരിട്ട് അല്ലെങ്കിൽ റിയൽ ആയിട്ട് പറയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമയിലൂടെ പറയാൻ പറ്റുന്നുണ്ട്. അമ്മ ഒരു സാധനങ്ങൾ സിനിമയിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ട്രെയിലറിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അവസാനം ഒരു സാധനം വന്ന് ഒരു റോബോട്ട് വലുതെന്തോ, അല്ല റോബോട്ട് തന്നെ, അതിനെയൊക്കെ എന്തിനാണോ കൊണ്ടുവച്ചേക്കുന്നത്. കുഴപ്പമില്ല, സിനിമ വരട്ടെ, നമുക്ക് നോക്കാം. ട്രെയിലർ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു. ഉള്ള ഫൈറ്റ് സീൻസിനകത്ത് മൊത്തം ചോരക്കളി ഉള്ളതുകൊണ്ടായിരിക്കും സിനിമയ്ക്ക് ആദ്യം A സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ട്രെയിലർ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്തേക്കുക. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഭഗവത് കേസരിക്കകത്ത് രാഷ്ട്രീയം കുത്തി നിറച്ച പോലെ ഉണ്ട്, അങ്ങനെ വേണമെങ്കിലും പറയാം. ട്രെയിലർ എന്തായാലും കിടിക്കിട്ടുണ്ട്, കൊള്ളാം. വീഡിയോ ഒരു 4-5 വട്ടം കൂടെ കണ്ടിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡീകോഡ് ചെയ്തെടുത്തിട്ട് നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.